കേരളത്തിലാണെങ്കിൽ പോലും ഞങ്ങളിവിടെ പിന്തുടർന്നു വരുന്ന രീതിയിലുള്ളൊരു പാഠ്യക്രമം അവിടെ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം പൊതുവേ കോളേജുകളിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥയിൽ പരീക്ഷ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പല സ്ഥലങ്ങളിലും പഠിക്കുന്നത് കാണുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ എങ്ങനെയാണത് ഫോളോ ചെയ്തു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർട്ടിഫിക്കറ്റ് എന്നതിലുപരി ആ ഗ്രന്ഥത്തിൻ്റെ രക്ഷണം എന്നുള്ളത് നമുക്കൊരു മുൻഗണനയായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ശാസ്ത്രം മുഴുവനായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം വരുന്നത്. അപ്പോൾ ഒരു ശാസ്ത്രം മുഴുവൻ പഠിക്കുക എന്ന് പറയുന്നതും BA ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ MA ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിലും അജഗജാന്തര വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് ഒരു നിശ്ചിതമായ സമയത്ത് ഇത്ര ഭാഗം തീർത്ത് കൊള്ളണം എന്നുള്ള നിയമം വരും. എന്നാൽ ഈ ബുക്ക് കഴിയുന്നത് വരെ ഞാനത് പഠിക്കുക എന്നുള്ളതിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരു പരീക്ഷ എന്ന നിലയിൽ നമ്മൾ മാറ്റി നിർത്തി ആ ഗ്രന്ഥം പഠിക്കുക എന്നുള്ള അതിൽ എനിക്ക് ആ ഗ്രന്ഥത്തിൽ എത്രണ്ട് പഠിക്കാൻ സാധിക്കുമോ, ആ ഗ്രന്ഥം എനിക്ക് എത്രണ്ട് വൃത്തിയായിട്ട് പഠിക്കാൻ സാധിക്കുമോ അത് മാത്രം മുൻനിർത്തി പഠിക്കുന്ന പക്ഷം കുറച്ചും കൂടി നമുക്കതിൽ വിദ്വാനായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും എൻ്റെ തന്നെ അനിയന്മാർ ചിലർ പഠിക്കുന്നുണ്ട്, ശാസ്ത്രം പഠിക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ക്ലാസ്സിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറത്തേക്ക് അവർക്ക് അടുത്ത സമയത്തിനില്ല. കാരണം അടുത്ത സമയം വേറൊരു വിഷയത്തിലേക്ക് അവർക്ക് അനിവാര്യമായിട്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമല്ലാതെ, അപ്പോൾ ഇത് കോളേജിൻ്റേതായിട്ടുള്ള ഒരു നിയമം നമുക്ക് പാലിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത് പാലിക്കണം. അപ്പോൾ ആ സമയം അല്ലാതെ നമ്മൾ സ്വയം നമ്മുടേതായ കുറച്ച് സമയമെടുത്ത് ഒരു ശാസ്ത്രത്തിന് എന്ന് വെച്ച് ആ ശാസ്ത്രത്തിൽ ആ 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ 2 പേജേ പഠിച്ചില്ലെങ്കിൽ 2 പേജ്, പക്ഷെ അത് നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനമായിട്ടുള്ള വിഷയമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് മൗഖിക പരീക്ഷാ സമയത്ത്, ഓറൽ എക്സാമിൻ്റെ സമയത്ത്